കാത്തുവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. കാത്തുവല്ല, പൊന്നുവിൻ്റെ കാര്യം. കാത്തു വേറെ ഒന്നുമാണ്. പൊന്നുവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം രാവിലെ തൊട്ട് ഞാൻ കുഞ്ഞിനോട് പറയുന്നുണ്ട്, വെയിലാണെന്ന് നമുക്ക് പോയി നോക്കാം, പൊന്നിനെ നോക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നടന്നില്ല. അപ്പം ഞങ്ങൾ മുകളിൽ നിന്നപ്പോഴത്തേക്കും താഴെ ആ വീട്ടിലെ അമ്മയ്ക്കുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഉറക്കെ വിളിച്ച് ചോദിച്ച് പൊന്നുവിന് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ച്. അപ്പം പറഞ്ഞു ഇപ്പം കുഴപ്പമില്ല, തലയൊക്കെ പൊക്കി, ഡോക്ടർ വന്നിരുന്നു, ഇഞ്ചക്ഷൻ എടുത്തു. ഞാൻ പറഞ്ഞു സമാധാനം, പൊന്നു ഏകദേശം ഒന്ന് ശരിയായി വരുന്നുണ്ടല്ലോ. അത്രയ്ക്ക് ഇന്നലെ പൊന്നിന് വയ്യായിരുന്നു. നമ്മളെന്നും കാണുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമമായിരുന്നു. ഇന്നലെ മുഴുവൻ ഞാൻ അത് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനോട് പറയും, കുഞ്ഞെ പ്രാർത്ഥിക്കണേ, പൊന്നിന് ആപത്തൊന്നും വരത്തില്ലേ. അപ്പം ഏതായാലും പൊന്നിന് ഇപ്പം കുറവുണ്ട്. അപ്പം ഇന്നലെ രാത്രി താണ്ടി ഇന്നത്തേക്ക് പൊന്നും ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം ഇല്ലേ. നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ വരാറുണ്ട്. ചിലപ്പം നല്ല കൂടുതലാണ്, വെന്റിലേറ്ററിലാണ് എന്ന് പറയും. ഇപ്പം നമ്മൾ ആകെ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് വെന്റിലേറ്ററിലാണെന്ന് പറയും. അപ്പം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും 24 മണിക്കൂർ 48 മണിക്കൂർ എന്നൊക്കെ പറയും സമയങ്ങളൊക്കെ തരും അല്ലേ. അപ്പോൾ ആ ജീവന് വേണ്ടിയിട്ട്, ആ ജീവൻ നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയായിരിക്കും അത്രയും സമയം. ഓരോ പ്രാവശ്യവും ഡോക്ടേഴ്സ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കും. അപ്പോൾ എന്താണ്, ചിലരൊക്കെ നമ്മുടെ കൈവിട്ട് പോകും, പക്ഷെ ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള തിരിച്ചുവരവുകൾ നടന്നിട്ടുള്ള ആളുകളുണ്ട് അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതമായാലും മറ്റൊരു ജീവികളുടെ ജീവനായാലും ഇല്ല, എല്ലാം തന്നെ വിലയുള്ള ഒന്നാണ്. ചിലർ സ്വന്തം ജീവന് മാത്രം വില കൽപ്പിക്കുന്ന കുറച്ച് പേരുണ്ടല്ലേ. കണ്ടില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, എൻ്റെ കൂട്ടുകാരിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ അവിടെ സ്കൂളിലും ട്യൂഷൻ സെൻ്ററിലൊക്കെ നമ്മൾ ഡാൻസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ ഞങ്ങൾ നാട്ടിൽ വള്ളം കളിക്ക് പ്രാവശ്യം പോയിട്ട് വന്നപ്പം കണ്ടിരുന്നു. അപ്പം അവളുടെ കൂടെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം ചേച്ചിയുടെ കയ്യിൽ അന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ചേച്ചിയുടെ ഏതാണ് കുഞ്ഞ് ഇതാണ് കുഞ്ഞെന്നൊക്കെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ആൾ. അപ്പം തൊപ്പിയൊക്കെ ഇങ്ങനെ കൊടുക്കുക, ഇതാ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് എന്നടുത്താണ് കല്യാണം കഴിച്ച് അയച്ചത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് പോയി. പിന്നീട് ഞാൻ അറിഞ്ഞത് അവളുടെ ഹസ്ബൻഡ് മരിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെയെന്ന് പറഞ്ഞപ്പം വണ്ടി ഇടിച്ച് റോഡിൽ ആരും അറിയാതെ കിടന്നതാണ്. വണ്ടി ഇടിച്ച് കിടന്നിട്ട് ആരും അറിഞ്ഞില്ല, അങ്ങനെ ബ്ലഡൊക്കെ പോയിട്ട് മരിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കരമായിട്ടും ഭയങ്കര ഫീലിങ്സ് എന്ന് വെച്ചാൽ എന്ത് പ്രായമുണ്ട്, ഒരു കുഞ്ഞുണ്ട്, ഇനി അവളുടെ ജീവിതത്തെക്കുറിച്ച് എന്തായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അറിഞ്ഞു അവളുടെ ആങ്ങളയ്ക്കും എന്തോ ആക്സിഡൻറ്റിൽ ആ കൊച്ചനും മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അതിനെ മറികടക്കുക എന്ന് പറയുന്നത് ഒത്തിരി നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടാകുകയാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തി നമ്മളിൽ നിന്ന് എന്നേക്കുമായി നമുക്ക് തിരിച്ചു കിട്ടാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ പോയി കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു വിടവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. മറ്റാർക്കും ആ സ്ഥാനത്തേക്ക് വരാൻ പറ്റുകയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വിധി എന്ന് നമ്മൾ പറയും. ഓരോരുത്തർക്കും പോകേണ്ട, നമ്മളോട് ചോദിക്കാതെയാണ് വരുന്നു. ഓരോരുത്തരും ജീവിതത്തിലേക്ക് വരുന്നു, ജനിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ സമയമാകുമ്പോൾ അവർ തിരികെ പോകുന്നു. എല്ലാവരും തിരികെ പോകാനുള്ളവരാണ്. പക്ഷെ അതുണ്ടാക്കുന്ന ഒരു വിഷമം, ആ സങ്കടം ഇല്ലേ, ആ സ്ഥാനത്ത് ആരുമില്ല എന്നുള്ള ആ തോന്നൽ, ഇതൊക്കെ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറേ നാളത്തേക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിക്കുന്നിടം വരെയെങ്കിലും വളരെ പ്രയാസമുള്ളതായിരിക്കും. നികത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വിടവ് തന്നെയാണ് ആ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോഴുണ്ട്. എന്തുമാവട്ടെ, ഞാൻ പെട്ടെന്ന് ഓർത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ അതൊരു
പശുക്കുട്ടിയാണെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിന് നമ്മളെന്നും കാണുന്നതാണ്, നമ്മളതിനെ പുല്ല് പറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹം ഇന്നതിന് കുറവുണ്ടെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിയുമ്പോൾ പോകണം, പോയി കാണണം എന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻസൊക്കെ എനിക്ക് കിട്ടുന്നതിനൊക്കെ ഞാൻ മറുപടി അയക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനത് എൻ്റെ ഫോൺ ശരിയാക്കിയിട്ടായാലും ആ സമയത്തായാലും പരമാവധി ഞാൻ കമൻറ്റിന് മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.